കുട്ടികളിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് മലയാളത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് കവിതകളാണ്. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് ഞാൻ വരുന്നുണ്ട്. കവിതകളാണ് ആദ്യം വരുന്നത്. അതിലാദ്യം വരുന്ന ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രം. ഒന്ന് കാലനില്ലാത്ത കാലം, 2 വിട്ടയക്കുക, പിന്നെ ഒന്നാണ് ഗാന്ധാരി വിലാപം, പിന്നെ ഇന്നു ഞാൻ നാളെ നീ, അന്തിത്തിരി അന്നത്തെ പുണ്യം. ഇത്രയും കവിതകളാണ് ഈ ഒരു മലയാളത്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കണം. എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് അതിന് മുന്നേ എടുത്തിട്ടുണ്ട്. അതൊന്നും ഈ ഒരു പറഞ്ഞ ചാപ്റ്റേഴ്സ് എന്തായാലും ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. പിന്നെ അതേപോലെ തന്നെ വിട്ടുപോയത് പൂരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വരാം. അപ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സ് എന്തായാലും പ്രത്യേകിച്ച് നോക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ. കാലനില്ലാത്ത കാലം കുഞ്ചൻ നമ്പ്യാർ, അതായത് പ്രാചീന കവിത്രയത്തിൽപ്പെട്ട വ്യക്തിയാണ് കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടമൊക്കെ നോക്കണം. ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ കിളിക്കുറിശി മംഗലത്താണ് കലക്കത്ത് ഭവനത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം അമ്പലപ്പുഴയിലും തിരുവനന്തപുരത്തുമായിട്ടാണ് ജീവിതം കഴിച്ചു കൂട്ടിയത്. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്നു. ഇതൊന്ന് മറന്നു പോയത് ചിലപ്പം ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാം, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ജനകീയ കവി എന്ന് വിളിപ്പിക്കുന്നത്. സ്യമന്തകം, ഘോഷയാത്ര, കല്യാണ സൗഗന്ധികം, ത്രിപുരദഹനം തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഓർത്തു വെക്കണം. കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രോപാഖ്യാനം എന്ന് പറയുന്നതിൽ നിന്നാണ് കാലനില്ലാത്ത കാലം എന്ന ഈ പാഠഭാഗം എടുത്തത്. ഈ ഒരു കവിതയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് സൂര്യഭഗവാന്റെ പുത്രനായ യമദേവൻ ഒരു യാഗം സമാരംഭിച്ച് അവർ തന്നെ കൂടിയിരിക്കുന്നതിനാൽ ഭൂമിയിൽ മരണമില്ലാത്ത അവസ്ഥ ഉണ്ടായി. ഇതിന് പരിഹാരം തേടി ഭൂമിയിലെത്തിയ ദേവേന്ദ്രൻ പാഞ്ചാലിയുടെ പൂർവ്വജന്മമായ ഇന്ദ്രസേനയെ കാണുന്നു. അവർ തമ്മിലുള്ള സംഭാഷണമാണ് ഇതിലെ സന്ദർഭം എന്ന് പറയുന്നത്. സംഭാഷണ മധ്യേ മരണമില്ലാത്ത അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് കുഞ്ചൻ നമ്പ്യാരുടെ ഭാവനയിൽ നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഈ ഒരു പാഠഭാഗം. 100,000 വർഷം കാലൻ യാഗത്തിൽ മുഴുകിയിരിക്കുന്നതിനാൽ ആരുടെയും പ്രാണൻ എടുത്തില്ല എന്നും ഭൂമിയാകെ പടുവൃദ്ധന്മാരെ കൊണ്ട് നിറഞ്ഞു എന്നും കാലിനില്ലാത്തത് കൊണ്ട് ചാകുന്നില്ല, വീടുകളിലൊന്നും കഞ്ഞിക്ക് വകയില്ല, അവയ്ക്കുള്ളിൽ സ്ഥലമില്ല, വീട്ടിൽ കയറുന്ന കള്ളനെ വെട്ടിയിട്ടാലും അവൻ ചാകുകയുമില്ല, ഭൂമിയിലെങ്ങും അന്തമില്ലാത്ത ദുരാചാരം ഉടലെടുത്തു. അങ്ങനെ യമധർമ്മൻ്റെ യാഗം എല്ലാ അനർത്ഥങ്ങൾക്കും കാരണമായി. ജന്തുജന്മത്തിന് വ്യവസ്ഥയില്ലാതായി. ഉത്തമ സ്ത്രീകളുടെ പാതിവൃത്യം അസ്തമിച്ചും കാര്യങ്ങൾ കഷ്ടവുമായി. ഇപ്രകാരമുള്ള അവസ്ഥയാണ് കാലനില്ലാത്ത കാലം കൊണ്ട് നമുക്ക് മുന്നിൽ അവതരിക്കുന്നത് എന്നാണ് കുഞ്ചൻ നമ്പ്യാർ ഈ ഒരു കവിതയിൽ പറഞ്ഞിരുന്നത്. എന്തൊക്കെയാണ് ഈ കവിതയിൽ പറയുന്നത്? കാലനും സ്വന്തം ധർമ്മം അനുഷ്ഠിക്കാത്തത് കൊണ്ടാണ് കള്ളന്മാരൊന്നും ചാവാത്തത് എന്നും ഇതുപോലെ 500 വയസ്സുള്ള അപ്പൂപ്പന്മാരും ഇപ്പോഴും അപ്പൂപ്പനായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നും. കാരണം എന്താണ്, അവരുടെ അപ്പൂപ്പന്മാരും ഇപ്പോൾ ഉള്ളതുകൊണ്ടാണ് 500 വയസ്സായിട്ടുള്ള അപ്പൂപ്പന്മാർ ഇപ്പോൾ കുഞ്ഞാണെന്ന് പറയുന്നത്. അതേപോലെ തന്നെ വലിയ മത്സ്യം വിഴുങ്ങുന്ന ചെറു മത്സ്യങ്ങൾ മറ്റൊരു ദ്വാരത്തിലൂടെ പുറത്തു വരുന്നതുകൊണ്ട് വലിയ മത്സ്യങ്ങൾക്ക് വിഴുങ്ങുന്ന കൊച്ചു മത്സ്യങ്ങൾക്കെല്ലാം ജീവനോടെ തിരിച്ചു വരാൻ കഴിയുന്നുണ്ട് എന്നും. കാലിനില്ലാത്ത കാലത്ത് വെളിച്ചപ്പാടന്മാർക്ക് വാളെടുക്കാനും തുള്ളാനും ശേഷിയില്ലാത്തതുകൊണ്ട് അവർ ഒളിച്ചു ശയിക്കുകയാണ് എന്നും. കാലിനില്ലാത്ത കാലത്ത് മാംസഭോജികളായ മൃഗങ്ങൾക്ക് അവർക്ക് സ്വന്തം ശരീരം കടിച്ച് പച്ച മാംസം കഴിക്കേണ്ട ഗതികേടാണ് ഉണ്ടായത്. കാരണം മറ്റുള്ളവരെ വേട്ടയാടി പിടിക്കുമ്പോൾ പറ്റുന്നില്ല എന്നതുകൊണ്ട്. പാട്ടുകാർക്ക് വിശപ്പ് കൊണ്ട് സ്വരം ഇടറി. പട്ടിണി കിടക്കുന്നവർക്ക് പാട്ട് കേൾക്കാൻ താല്പര്യമില്ലാതായി. അവർക്ക് പാട്ട് പാടാനുള്ളൊരു കഴിവും ഇല്ലാതെയാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് അവർ പോയത്. കാലില്ലാത്ത കാലത്ത് പ്രജകൾക്ക് മന്ത്രിമാർക്ക് രാജാവിനെയും പുല്ലുവരെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ വൈദ്യന്മാരുടെ ജീവിതവും അവതാളത്തിലായി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രോഗമില്ലാത്തതുകൊണ്ട് വൈദ്യന്മാർക്ക് ചികിത്സയുമില്ല. രോഗികളുടെ വീട്ടിൽ ചെന്ന് മൂക്കുമുട്ടെ തിന്ന് മരണം മടുക്കുമ്പോൾ മുങ്ങുന്ന പണി നടക്കാതെയായി. അതുകൊണ്ട് ഇപ്പോൾ അവരും കഷ്ടത്തിലാണ്. അതേപോലെ തന്നെ കാലില്ലാത്ത നാട്ടിൽ വന്ന ബാക്കിയുള്ള കുറച്ച് പീഡകളാണ് പിന്നെ പറയുന്നത്. യക്ഷി, കുക്ഷി, ദേവത, ബ്രഹ്മരക്ഷസ് പീഡകൾ ഒന്നും ഇല്ലാതായി. കാരണം ഈ വക പീഡകൾ ഈശ്വരൻ കാലനാണ്. ഈ വക പീഡകൾക്കെല്ലാം കാരണക്കാരനാവേണ്ടത് കാലനായിരുന്നു. പക്ഷേ അദ്ദേഹം പ്രധാനുഷ്ഠാനത്തിലായതിനാൽ അതൊന്നും നടക്കുന്നില്ല. അങ്ങനെ കവടിക്കാരുടെയും അതേപോലെ തന്നെ ഗണിതക്കാരെയും എല്ലാം ബാധിച്ചിട്ടുണ്ട്. മരണമില്ലാതായതോടെ ഗണിതക്കാർക്ക് ഗുണവും ദോഷവും മരണവും ഒന്നും പ്രവചിക്കേണ്ട ആവശ്യം വരാതെയായി. അങ്ങനെ അവരുടെ ജോലിയും ഇല്ലാതെ. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞ വീഡിയോ ഒന്ന് നോക്കണം. കാരണം ഈ ഒരു ചാപ്റ്ററിലെ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. നെക്സ്റ്റ് വരുന്ന ചാപ്റ്ററാണ് വിട്ടയക്കുക. ബാലാമണി അമ്മയുടെ വിട്ടയക്കുക എന്ന് പറയുന്നത്. അതായത് കൂട്ടിലാക്കപ്പെട്ട കിളിയുടെ ഒരു സാഹചര്യം. എങ്ങനെയെങ്കിലും എനിക്ക് പുറത്തു പോകണം, എൻ്റെ സങ്കടങ്ങൾ എനിക്ക് എൻ്റെ കൂടെയുള്ളവരോട് പറയാൻ എനിക്ക് വളരെയധികം സങ്കടമുണ്ട് ഈ ഒരു കൂട്ടിൽ അടച്ചിടുമ്പോൾ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയാണ്. ഇത് ശരിക്കും നമ്മുടെ ഒരു സമൂഹത്തിനെ കുറിച്ചിട്ടും സൂചിപ്പിക്കുന്ന ഒരു കവിതയാണ് കേട്ടോ. കൂട്ടിലെ കിളിയുടെ ദുഃഖമാണ് ഇതിലെ ഇതിവൃത്തം. അടിമത്തത്തിലുള്ള നീറി കഴിയുന്ന ഒരു വ്യക്തിയുടെ ആത്മരോധനമാണിത്. ഹൃദയസ്പർശിയാണ് ഈ ഒരു കവിതയിലെ ഓരോ വാക്കുകളും. സഹനത്തിൻ്റെയും വിമോചനത്തിൻ്റെയും ധ്വനിയായിട്ടാണ് ഈ കവിതയിൽ കിളിയുടെ ഓരോ വാക്കുകളും മുഴങ്ങുന്നത്. പ്രഭാതത്തിൽ മറ്റു കിളികൾ ആകാശത്തിൽ ഉയർന്നു പറക്കുന്നത് കൂട്ടിലെ കിളി കാണുന്നു. കൂട്ടിൽ കിടന്ന് പാലും പഴവും ഉടമയുടെ ലാളനയും എല്ലാം എനിക്ക് മനഃശാന്തി നൽകുന്നില്ല എന്നും തന്നെ വിട്ടയക്കുവാൻ കിളി ആവശ്യപ്പെടുകയാണ്. പുതിയൊരു ഭാവൽ തലത്തിലേക്കാണ് നമ്മുടെ കവിത സഞ്ചരിക്കുന്നത്. വിമോചനം എന്നത് നമ്മുടെ ഇവിടെ ഏക പോംവഴി, സ്വാതന്ത്ര്യം എന്നത് മറന്ന മണ്ണിലേക്കുള്ള തിരിച്ചുവരവായി കണക്കാക്കാനാണ് കവിയത്രിക്ക് ഇഷ്ടം. ധന്യമായ ഭാവിയിലേക്ക് വീണ്ടും ചിറകടിച്ചു ഉയരാൻ കിളി സ്വയം സജ്ജമായിരിക്കുന്നു. ഇനി വേണ്ടത് അനുവാദം മാത്രമാണ്. ഈ അനുവാദം പ്രതീക്ഷിച്ചുകൊണ്ടാണ് കവിത അവസാനിക്കുന്നത്. സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന ദർശനം തന്നെയാണ് വിട്ടയക്കുക എന്ന കവിതയുടെ ആത്മാവ്. ഈ കവിത പുതിയ ചിന്തകളെ ഉണർത്തുന്നു. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അഭ്യർത്ഥനയാണ് ഇതിലൊന്ന്. മനുഷ്യൻ്റെ പ്രകൃതിയിലേക്കുള്ള തിരിച്ചുവരവിനെ ഈ കവിത വിലയിരുത്തുന്നുണ്ട്. യജമാനെ സംബന്ധിച്ചിടത്തോളം കൂട്ടിലടച്ച കിളി ലാളനയുടെയും കൗതുകത്തിൻ്റെയും പ്രതിരൂപമാണ്. പുതിയൊരു ഭാവുകത്വം കൊണ്ടുവരുന്നതിനാണ് കവിയത്രി ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള ഓരോ വരികളും നമ്മൾ എടുത്ത് നോക്കണം. അതേപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ഗാന്ധാരി വിലാപം. തുഞ്ചത്ത് എഴുത്തച്ഛനാണ് എഴുതിയിരിക്കുന്നത്. മഹാഭാരതം കിളിപ്പാട്ടിലെ സ്ത്രീ പർവ്വത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഗാന്ധാരി വിലാപം എന്ന ഈ പാഠഭാഗം. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ മരിച്ചു കിടക്കുന്ന പുത്രന്മാരെയും ബന്ധുമിത്രാദികളെയും കൊണ്ട് ഓരോരോ ദീനം പറഞ്ഞ് വിലപിക്കുന്ന ഗാന്ധാരിയുടെ ചിത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഏതൊരു കഠിന ഹൃദയത്തെയും ആർദ്രമാക്കാൻ പോകുന്നതാണ് കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ഭീകരത നമുക്ക് കാണിച്ചു തരുന്നത്. ഗാന്ധാരി കാണുന്ന കാഴ്ചകളിലൂടെയും ഗാന്ധാരിയുടെ വാക്കുകളിലൂടെയുമാണ് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കുന്നത്. അർജുനന്റെ ശരമേറ്റു വീണ് കിടക്കുന്ന ഭഗദത്തൻ, ചോരയിൽ കുളിച്ചു കിടക്കുന്ന അഭിമന്യു, ഉത്തരയുടെയും സുഭദ്രയുടെയും ദയനീയമായ വിലാപം, കർണശരത്താൽ യമപുരി പൂകിയ ഘടോൽക്കജൻ, കണ്ടം മുറിഞ്ഞ ജയഭദ്രന്റെ ഉടൽ, ദുശ്ശലയുടെ വിലാപം, ദ്രോണരെ സംസ്കരിച്ച ഇടം, ഭീമൻ കീറിപ്പിളർന്നു ചോര കുടിച്ച മാരിടവുമായി കിടക്കുന്ന ദുശാസനൻ, ദുര്യോധനപുത്രനായ ലക്ഷ്മണന്റെ ശരീരം, നായും
നരികളും കടിച്ചു വലിക്കുന്ന കർണന്റെ ശരീരം, പക്ഷികൾ ആഹരിക്കുന്ന ശകുനിയുടെ ഉടൽ, ദുര്യോധനന്റെ മരണം, ഇവയെല്ലാം യുദ്ധക്കളത്തിന്റെ ഭീകരത സ്പഷ്ടമാക്കുന്ന ദൃശ്യങ്ങളാണ്. ഇത്തരം കാഴ്ചകൾ ഭീകരത വർദ്ധിപ്പിക്കുന്നു. കൊല്ലിക്കയത്രേ നിന്നുടെ രസമെടോ എന്നും കല്ലുകൊണ്ട് മനം താവകം എന്നും കൃഷ്ണനെ അധിക്ഷേപിക്കുമ്പോൾ അനുവാചകർ ആ ഭീകരതയുടെ പാരമ്യത്തിൽ എത്തിച്ചേർക്കുന്നുണ്ട്. ഇതെല്ലാമാണ് ഈ ഒരു കഥയിൽ, ഈ ഒരു കവിതയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള. യുദ്ധം ഒരു തിന്മയാണ് എന്നും യുദ്ധങ്ങളും കലാപങ്ങളും ലോകമെമ്പാടും നാശം വിതയ്ക്കുന്നു, യുദ്ധത്തിൽ പങ്കുചേരാത്ത രാജ്യങ്ങളെയും മനുഷ്യരെയും യുദ്ധക്കെടുതികൾ ബാധിക്കുന്നു എന്നും ലക്ഷക്കണക്കിന് ആളുകൾ ജീവൻ നഷ്ടപ്പെടുന്നു, ലക്ഷക്കണക്കിന് ആളുകൾക്ക് അംഗഹീനരും മാറാരോഗികളുമായി തീർന്നു, പാർപ്പിടങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ, വൈദ്യുതി തുടങ്ങിയവ തകരുന്നു. അതേപോലെ തന്നെ ദരിദ്രരുടെയും തൊഴിൽരഹിതരുടെയും എണ്ണം വർദ്ധിക്കുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ കെടുതികൾ നാം വായിച്ചറിയുന്നത് ഈ ഒരു രീതിയിലാണ്. പിൽക്കാലത്ത് നിരവധി യുദ്ധങ്ങൾ ലോകമെമ്പാടും ഉണ്ടാക്കിയ മഹാനാശങ്ങളിൽ നിന്നും ലോകജനത ഇനിയും മുക്തരായിട്ടില്ല എന്നും ഹിരോഷിമ നാഗസാക്കി ഒരു ഉദാഹരണമായി നമ്മുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ ഒരു ലോകത്ത് സമാധാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും എന്തിനും ഇങ്ങനെയൊരു യുദ്ധത്തിനെതിരായ പ്രചരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും സമാധാനം കെടുത്തുന്ന ശ്രമങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ സമൂഹം എപ്പോഴും ജാഗരൂകരായിരിക്കണമെന്നുമാണ് തുഞ്ചത്തെഴുത്തച്ഛൻ ഈ ഒരു കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ നെക്സ്റ്റ് കവിത നോക്കാം നമുക്ക്. നെക്സ്റ്റ് വരുന്ന ചാപ്റ്ററാണ് ഇന്ന് ഞാൻ നാളെ നീ, ജി ശങ്കരക്കുറുപ്പിൻ്റെയാണ്. ഇതിൽ പറയുന്നത് കാലത്തെക്കുറിച്ചാണ്. അതായത് നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഒരു ദിവസം നമ്മളെ മരണമെന്ന ഒരു ഇരുട്ടിലേക്ക് നമ്മളെപ്പോഴും യാത്ര തിരിക്കാൻ റെഡിയായിരിക്കണമെന്നും ആ ഒരു കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ധാരാളം ആശയങ്ങളിലൂടെ വിവരിച്ചു തരികയാണ്. അതായത് ജീവിതത്തിൽ ഇന്ന് ഞാനാണെങ്കിൽ നാളെ നീയായിരിക്കും ഈ ഒരു അവസ്ഥയിലെത്തുക എന്ന ഒരു കാര്യത്തെ സൂചിപ്പിച്ച് തരികയാണ് ജി ശങ്കരക്കുറുപ്പ് ഇവിടെ ചെയ്യുന്നത്. ആ ഒരു ധാരാളം ആശയങ്ങളെ വ്യക്തമാക്കിയിട്ടാണ് പറയുന്നത്. ഈ ഒരു കവിത നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് ഒന്നും കൂടി നോക്കേണ്ടതാണ് കേട്ടോ. ഡിസ്കസ് ചെയ്ത ഭാഗങ്ങൾ ഒന്നും കൂടി ക്ലിയർ ആക്കേണ്ടതാണ്. ലോകത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു സ്വയം കുരിശു വരിക്കാൻ തയ്യാറായത്. പാപപരിഹാരത്തിലൂടെ മാത്രമേ സ്വർഗ്ഗം പൂക്കാൻ കഴിയൂ എന്നും അതിനുവേണ്ടിയാണ് യേശുക്രിസ്തു കുരിശിനെ സ്വീകരിച്ചതെന്നും സൂചിപ്പിക്കുന്ന വരികൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് കുരിശെ ജയിക്കുക എന്ന് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇന്നും നക്ഷത്രങ്ങളിൽ ദൃശ്യമാകുന്ന നടുക്കം എന്തിനെയായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. ആകാശത്തേക്ക് നോക്കിയപ്പോൾ നക്ഷത്രങ്ങളും നടുങ്ങുന്നതായി കവിക്ക് തോന്നി. എന്തുകൊണ്ടാണ് മരണം സൃഷ്ടിക്കുന്ന ആഘാതം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ആകാശത്തെ ശവപ്പെട്ടിയായാണ് കവി ഇതിൽ സങ്കല്പിച്ചിരിക്കുന്നത്. ആകാശത്തിലെ നക്ഷത്രങ്ങളാകുന്ന രത്നം പതിച്ച പട്ടു തുണി കൊണ്ട് ആകാശമാകുന്ന ശവപ്പെട്ടി അലങ്കരിച്ചിരിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ധാരാളം മരണത്തെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ധാരാളം ആശയങ്ങളാണ് ഈ ഒരു കവിതയിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് മുന്നേ എടുത്തിട്ടുള്ള ആ ഒരു പറഞ്ഞിട്ടുള്ള ഭാഗം എല്ലാവരും ഒന്ന് നോക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്റേഴ്സ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്തായാലും നോക്കാം കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം നമുക്ക്. അന്ത്യത്തിരി, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് അന്ത്യത്തിരി, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെയാണ്. ഇതിലാണ് സൂര്യനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നിവ മഹാകവിത്രയങ്ങളിൽ പെടുന്നവരാണ്. അവർക്ക് ശേഷമാണ് കവിതയിൽ ശ്രദ്ധേയരായവരാണ് ജി ശങ്കരക്കുറുപ്പ്, ബാലാമണിയമ്മ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, പി കുഞ്ഞിരാമൻ, കൃഷ്ണവാര്യർ തുടങ്ങിയ കവികൾ. ഈ കാലഘട്ടത്തിലാണ് മലയാള കവിത കാൽപ്പനികതയിൽ ഒരു റിയലിസത്തിന് തുടക്കം കുറിച്ചത്. ഇടപ്പള്ളിയുടെയും ചങ്ങമ്പുഴയുടെയും സമകാലീനമായിരുന്ന ഇടശ്ശേരിയും കാൽപ്പനികതയ്ക്ക് കവിതയിൽ വളക്കൂറാക്കിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കണം. ഇതിലുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കണം. ഈ ഒരു കവിത, ഈ എല്ലാ കവിതകളും വളരെ ഒന്ന് ഭംഗിയായിട്ട് വായിക്കുക. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇതിന് മുന്നേ എടുത്ത വീഡിയോസ് ഉണ്ടല്ലോ, അതൊന്ന് ഇപ്പോൾ നമ്മൾ പറയുന്ന ചാപ്റ്റേഴ്സിൻ്റെ എല്ലാം ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കണം. കാരണം ഇടയ്ക്കുന്ന ചോദ്യങ്ങൾ വരാം, അതുകൊണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നോക്കാം നമുക്ക് എന്താ പറയുന്നത്. ഗ്രാമീണ ജീവിതത്തിൻ്റെ ലാളിത്യവും നർമ്മല്യവും ഇടശ്ശേരി കവിതകളുടെ മുഖമുദ്രകളാണ്. ഗ്രാമത്തിൻ്റെ വിശുദ്ധിയോടൊപ്പം മാതൃപുത്ര ബന്ധവും സഹോദര ബന്ധവും ദേശീയ ബോധവും എല്ലാം കാണിക്കുന്ന കവിതകളാണ് ഇദ്ദേഹത്തിൻ്റേത്. ഇടശ്ശേരി വാർദ്ധക്യദശയിൽ എഴുതിയ കവിതയാണ് അന്ത്യത്തിരി. തൻ്റെ സായങ്കാലം സമീപിക്കാറായി എന്ന സൂചന ഈ കവിതയിലുണ്ട്. കേരളത്തിലെ അന്ത്യത്തിരി വയ്ക്കുക അല്ലെങ്കിൽ സന്ധ്യാദീപം കൊളുത്തുക അല്ലെങ്കിൽ വെക്കുക എന്ന ആചാരാനുഷ്ഠാനത്തോട് ബന്ധപ്പെടുത്തി വെളിച്ചം നിലനിർത്തുന്നതിനിടെയുള്ള ശ്രമത്തെ ആവിഷ്കരിക്കുകയാണ് അന്ത്യത്തിരി എന്ന കവിതയിൽ. സൂര്യൻ്റെ വെളിച്ചം മറയുന്നതിന് മുമ്പ് സൂര്യപ്രകാശത്തിൻ്റെ തേജസ്സിൻ്റെ കിരണം തിരിയിൽ തെളിയിക്കുക എന്നതാകാം ഈ ആചാരത്തിൻ്റെ അന്തസത്ത. ഇടശ്ശേരി കവിതയിലുടനീളം കാണുന്ന നാടകീയമായ ആഖ്യാനവും അന്ത്യത്തിരിയുടെയും മനോഹരമായ കാവ്യാത്മകമാണ്. അതായത് അന്ത്യത്തിരി എന്ന് പറയുന്ന ഈ ഒരു കവിതയിൽ സൂര്യനെയാണ് കൂടുതൽ സൂചിപ്പിക്കുന്നത്. അതായത് സൂര്യൻ വന്ന് തനിക്ക് സന്ധ്യാസമയമായി, തനിക്ക് പോകാൻ സമയമായി, പക്ഷേ ഇപ്പോൾ തനിക്ക് പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും തങ്ങണമെന്ന് വിചാരിച്ച് ഓരോ വീടുകളിലും ചെല്ലുകയാണ്. ഒന്ന് ഇവിടെ എത്തിപ്പെട്ടുപോയി, എനിക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലം തരുമോ എന്നൊരു മുത്തശ്ശി ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുകയാണ് ഇല്ല, ഇവിടെ തരാൻ പറ്റില്ല എന്ന് പറയുകയും പിന്നീട് പാരമ്പര്യങ്ങളെ തള്ളിക്കളയാനാവില്ലെന്നും പറയുന്ന മുത്തശ്ശിയും പിന്നീട് ഒരു മുഗ്ധാംഗിയെ കണ്ട് മുഗ്ധാംഗിയോട് ചോദിക്കുമ്പോൾ തെക്കിനി തിണ്ണയിൽ ഈറൻ മാറുന്ന സുന്ദരിയോട് തല ചായ്ക്കാൻ ഒരു ഇടം ചോദിച്ചപ്പോൾ ആ മുഗ്ധാംഗി ഇപ്രകാരം ഒഴിഞ്ഞു, അങ്ങ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ മൂകവും ശാന്തവുമായ നീലരാത്രി എത്തുകയില്ല, രാത്രിയായെങ്കിൽ തൻ്റെ പ്രാണനാഥൻ എത്തുകയുള്ളൂ എന്നും അദ്ദേഹം എത്തിയിരുന്നില്ലെങ്കിൽ താൻ ഈ പൂമ്പുടവ അണിയുന്നത് കൊണ്ട് അർത്ഥമില്ല എന്നും പറയുകയാണ്. അന്ത്യത്തിരി പുതുതലമുറയ്ക്ക് നൽകുന്ന വിശ്വാസത്തെക്കുറിച്ചിട്ടും എല്ലാം ഇതിൽ ഒരു നാടകീയാത്മകമായി ചിത്രീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കവിത വളരെ നല്ല രീതിയിൽ വായിച്ചിട്ട് അതിൻ്റെ ഉള്ളടക്കം എല്ലാം മനസ്സിലാക്കി വെക്കണം. ഓക്കെ, നെക്സ്റ്റ് കവിത നോക്കാം. അന്നത്തെ പുണ്യം, ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെയാണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയിരിക്കുന്ന അന്നത്തെ പുണ്യം എന്ന ഈ കവിത എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സമാഹാരമായിട്ടുള്ള അന്നും ഇന്നും എന്ന കവിതയിലെ ധരങ്കിണി എന്ന കാവ്യ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. തിരുവിതാംകൂർ രാജഭരണത്തിൻ്റെ കീഴിൽ വാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നതിനാൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലോ മറ്റു സാമൂഹ്യ പ്രസ്ഥാനങ്ങളിലോ
നവോത്ഥാന പ്രസ്ഥാനങ്ങളിലോ നേരിട്ട് ഇടപെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കവിതയിൽ അദ്ദേഹം പറയുന്നത്, ഈ കവിതയിൽ വൃന്ദാവനം എന്ന അതിവിസ്തൃതവും ആകർഷകവുമായ ഹരിതഭൂമിയെക്കുറിച്ചിട്ടും അതേപോലെ തന്നെ ശ്രീകൃഷ്ണന്റെ മനോമോഹന രൂപത്തെക്കുറിച്ചിട്ടും ഇങ്ങനെ കാർമേഘത്തിന്റെ കളറിനെ തോൽപ്പിക്കുന്നതാണ് കൃഷ്ണന്റെ നിറം. കാർമേഘത്തിൽ മഞ്ഞൾപ്പിണർ ഉണ്ടാകുമ്പോൾ ഭംഗിയാണ് അദ്ദേഹം ചാർത്തിയ മഞ്ഞപ്പട്ടിനുണ്ടാകുന്നത്. കിരീടത്തിൽ ചാർത്തിയ മയിൽപീലി ഏറെ മനോഹരമാണ്. രത്നം പതിച്ച മണികുണ്ടലം കവിളിൽ തട്ടി മെല്ലെ ആടുന്നുണ്ട്. നെറ്റിയിലേക്ക് വീണു കിടക്കുന്ന കുറുനിരകൾ കുഞ്ഞിളം കാറ്റിൽ അങ്ങിങ്ങ് പറക്കുന്നു. നനഞ്ഞ ഗോപിക്കുറി, കാരുണ്യം, വഴിയുന്ന കടാക്ഷം, ഓടക്കുഴലിനെ ചൊരിയുന്ന മധുരഗാനം, ഇതൊക്കെയാണ് കൃഷ്ണന് നൽകുന്ന ഈ ഒരു കവിതയിൽ അദ്ദേഹം കൃഷ്ണന് നൽകുന്ന ഓമനത്വമുള്ള വാക്കുകൾ. അല്ലെങ്കിൽ അതേപോലെ തന്നെ ഓമൽ തേൽ ചോരിവായ എന്നൊക്കെ കൃഷ്ണന്റെ വായയെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഓമൽ എന്ന പദം കൃഷ്ണന്റെ കുട്ടിത്തത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഓമനത്വം നമുക്ക് വളരെ പ്രിയങ്കരമാണ്. തേൻ ചോരിവായി എന്ന പ്രയോഗം, തേൻ ചൊരിയുന്ന വായ. അതേപോലെ സ്ത്രീകളോടുള്ള കൃഷ്ണന്റെ കൃപയും കാരുണ്യവും എല്ലാം ഈ ഒരു കവിതയിൽ വളരെ വിസ്തൃതമായിട്ട് പറയുന്നുണ്ട്. കൗരവസഭയിൽ വസ്ത്രാക്ഷേപത്തിന് വിധേയായ പാഞ്ചാലിയെ കൃഷ്ണ എന്ന് വിളിച്ചപ്പോൾ പാഞ്ചാലിയെ രക്ഷിക്കാൻ എത്തിയ കൃഷ്ണനും, അതേപോലെ തന്നെ ദ്വാരകയുടെ ചക്രവർത്തിയായി വാഴുന്ന കാലത്ത് തന്റെ സഹപാഠിയായ കുചേലൻ കൃഷ്ണനെ കാണാൻ എത്തിയപ്പോൾ ദാരിദ്രാവസ്ഥ മനസ്സിലാക്കി തന്റെ ഭാര്യയ്ക്ക് മണിമാളിക പണിതു കൊടുക്കുകയും എല്ലാം ചെയ്ത ഭക്തനായ തന്റെ ഭക്ത കുചേലന്റെ പ്രാർത്ഥന നിശബ്ദമായി അത് സാധിച്ചു കൊടുക്കുകയും വനവാസകാലത്ത് പാണ്ഡവർ സൂര്യഭഗവാനെ സമ്മാനിച്ച അക്ഷയപാത്രം കൊണ്ട് വരുന്നവർക്കൊക്കെ ആവശ്യത്തിന് ഭക്ഷണം നൽകിയിരുന്ന ആ ഒരു ഇതിൽ ദുര്യോധനൻ ദുർവാസാവിനെ അയക്കുകയും പാണ്ഡവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും പാഞ്ചാലി കഴിച്ചാൽ പിന്നെ അക്ഷയപാത്രത്തിൽ നിന്ന് ഒന്നും കിട്ടുകയില്ല എന്നറിഞ്ഞ് ദുർവാസാവ് അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുകയും അന്നേരം പാഞ്ചാലിയെ സഹായിക്കുന്ന കൃഷ്ണനെയും എല്ലാം നമുക്കിതിൽ കാണാം. ആ ഒരു കവിതയുടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന സമ്മതി ആ ഒരു വീഡിയോ നല്ലോണം വിശദമായിട്ടൊന്ന് കാണേണ്ടതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോറീസ് ആണുള്ളത്. അടുത്ത സ്റ്റോറി നോക്കാം.